ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിവേദ് KR. നമുക്കിന്ന് ജിയോജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് താഴെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. വശം 9 സെന്റിമീറ്റർ ആയ ഒരു സമചതുരം ABCD വരയ്ക്കുക. ഇതിന്റെ ഒരു വികരണ വശമായി മറ്റൊരു സമചതുരം വരയ്ക്കുക. രണ്ട് സമചതുരങ്ങളുടെയും പരപ്പളവ് കാണുക. ഈ രണ്ട് സമചതുരങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കുക. തയ്യാറാക്കിയ ഫയൽ ഹോം DL പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ജിയോജിബ്ര ഫസ്റ്റ് ഓപ്പൺ ആക്കണം. ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ഓപ്പൺ ആയ ഉടനെ തന്നെ നമ്മൾ അതിനെ മാക്സിമൈസ് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക് അടിച്ച് നമ്മുടെ ആക്സിസും ഗ്രിഡുകളും നമ്മൾ ഓഫ് ചെയ്ത് കളയാണ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കുകയാണ്. 9 സെന്റിമീറ്റർ വശമായ ഒരു സമചതുരം ABCD വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെഗ്മെന്റ് വിത്ത് ഗിവൺ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ എടുത്തു. ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ലെങ്ത് എത്ര വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 9 സെന്റിമീറ്റർ ലെങ്ത് ആണ് വേണ്ടത്. 9 കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ നമുക്ക് വന്നു. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നേരെ AB എന്ന് പറഞ്ഞ 2 പോയിന്റിലും ക്ലിക്ക് ചെയ്തു. അപ്പോൾ എത്ര വെർട്ടിസസ് വേണമെന്നാണ്, അതായത് ഒരു സമചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചതുരത്തിന് 4 വെർട്ടിസസ് ആണ് ഉണ്ടാവുക. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സമചതുരം ക്രിയേറ്റ് ആയിട്ടുണ്ട്. സൂം ഔട്ട് സൂം ഇൻ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് വലുതാക്കുകയൊക്കെ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ സൂം ഔട്ട് സൂം ഇൻ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വികരണം വശമായി മറ്റൊരു സമചതുരം വരയ്ക്കുക. വികരണം വശമായിട്ട് മറ്റൊരു സമചതുരം വരയ്ക്കണം. വീണ്ടും റെഗുലർ പോളിഗൺ എന്ന ഓപ്ഷൻ എടുത്തു. D എന്ന് പറഞ്ഞ പോയിന്റിലും B എന്നുള്ള പോയിന്റിലും ക്ലിക്ക് ചെയ്തു. അപ്പോൾ വെർട്ടിസസ് എത്ര വേണം ചോദിക്കുന്നുണ്ട്. 4 എണ്ണം കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ മറ്റൊരു സമചതുരം നമുക്ക് കിട്ടി. ഓക്കെ, ഈ രണ്ട് സമചതുരങ്ങളുടെയും പരപ്പളവ് കാണുക എന്നാണ്. പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഏരിയ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞ ടൂൾ എടുത്തു. എന്നിട്ട് നമ്മുടെ വലിയ സമചതുരത്തിൻ്റെയും ചെറിയ സമചതുരത്തിൻ്റെയും മുകളിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഈ രണ്ട് സമചതുരങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ബന്ധം എന്താ, നമ്മൾ ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് 81 യൂണിറ്റ് ആണ്, അത് 81 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ നേരെ ഇരട്ടിയാണല്ലേ 182 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ ഇരട്ടിയാണ് വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടുത്തെ കണ്ടെത്തൽ. വികരണം വെച്ചിട്ട് നമ്മൾ സമചതുരം വരയ്ക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ സമചതുരം വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടിയായിരിക്കും രണ്ടാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ, ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞ ഇമേജിന്റെ മുകളിലായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. തൽക്കാലം നമ്മൾ ആ ടെക്സ്റ്റ് ടൂൾ കൊണ്ടുവന്ന് വയ്ക്കണം. അതിൽ നമ്മൾ നമ്മുടെ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഓക്കെ കൊടുക്കണം. മൂവ് ടൂൾ വെച്ച് അതിവിടേക്ക് കൊണ്ടുവരും. ആദ്യത്തെ സമചതുരത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ സമചതുരത്തിന്റെ പരപ്പളവ്. നമുക്കിവിടെ ഇതിന്റെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിഗണിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ സമചതുരം ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് DLED പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറുക. നമ്മുടെ രജിസ്റ്റർ നമ്പർ എത്രയാണെങ്കിൽ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. _question number 6th ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 എന്ന് കൊടുക്കുക. ഓക്കെ,
സേവ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.